ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അവിടെ ഏതാണ്ട് മൊത്തം തുടച്ചു നീക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം, ഈ ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളെ. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഗസയിലെ ഏക കത്തോലിക്ക പള്ളിയുണ്ട്, ഹോളി ഫാമിലി പള്ളി, അതിന് നേരെ ആക്രമണം നടത്തി, 2 സ്ത്രീകൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ ആക്രമണം എന്ന് പറയുന്നത് ഏത് തലത്തിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? അതെ, ഇത് ഈ പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂവിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ധാരണയിലെ പ്രധാനപ്പെട്ട ചില ഒരു വസ്തുതയിലേക്കാണ് നീങ്ങുന്നത്. നമ്മുടെ അടിസ്ഥാന ധാരണ എന്താ? പലസ്തീൻ ഇഷ്യൂ സാമുദായികമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിലുള്ള പോരാട്ടമാണ് എന്നാണ് നമ്മളൊരു ധാരണ. സത്യത്തിൽ അത് സാമുദായികമല്ല, വംശീയമാണ്. അവിടുത്തെ ഒരു പ്രശ്നം അറബ് വംശവും ഇസ്രായേൽ വംശവും തമ്മിലാണ്. എന്ന് വെച്ചാൽ അറബ്സും ഇസ്രായേലിയരും തമ്മിലാണ്. ഇസ്രായേൽ വംശം ജൂതന്മാർ മാത്രമാണ്, ജൂതന്മാർ മാത്രമുള്ള. അതുകൊണ്ട് വിശ്വാസപരമായി ഇസ്രായേലിയർ എന്ന് പറയുന്നതും ജൂതന്മാർ എന്ന് പറയുന്നത് ഒന്നാണ്. എന്നാൽ അറബ്സ് അങ്ങനെയല്ല. അറബ്സ്, മുസ്ലിങ്ങളും അറബ്സാണ്, ക്രിസ്ത്യൻസും അറബ്സാണ്. ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഈ പ്രധാനപ്പെട്ട പലസ്തീൻ ഗവൺമെൻറ്റുകളിൽ എപ്പോഴും മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യൻസും ഉണ്ട്. അപ്പോൾ അറബ് വംശക്കാരും ഇസ്രായേൽ വംശക്കാരും തമ്മിലാണ് അവിടുത്തെ പോര്. അത് വേദപുസ്തക കാലം തൊട്ടേ അങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഒരു അടിത്തറ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന തെളിവെന്താ? പ്രധാനപ്പെട്ട ഒരു വലിയ വാർത്തയാണ്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ നല്ല വാർത്തയാണ്. ആ വാർത്ത ഉണ്ടാക്കുന്ന ഒരു പുതിയ ഉൾക്കാഴ്ചയുണ്ട്. എന്നുവെച്ചാൽ ഇസ്രായേൽ പ്രശ്നം അല്ലെങ്കിൽ പലസ്തീൻ പ്രശ്നം സാമുദായികമേ അല്ല, മതവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തിനെതിരെ ഒരു സമൂഹത്തിന് അനുകൂലമോ അല്ല. 2 വംശങ്ങൾ, പരമ്പരാഗതമായി ജീവിച്ചു വരുന്ന 2 വംശീയമാണ്, റേസിസമാണ്. കമ്മ്യൂണലിസം എന്ന് പറയുന്നതിനേക്കാൾ അവിടെ വർക്ക് ചെയ്യുന്നത് റേസിസമാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അറബ് വംശക്കാരായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ വസിക്കുന്ന നാടാണ് പലസ്തീൻ. ഇനി ഈ അറബ് വംശത്തോടുള്ള ഇസ്രായേലിൻ്റെ വിരോധത്തിൻ്റെ അടിത്തറ എന്താണ്? അതും ഈ സെമിറ്റിക് മതങ്ങളുടെ വംശീയതയാണ്. എന്താണ് ഇസ്രായേലിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്നറിയാലോ? 3 സെമിറ്റിക് മതങ്ങളുടെയും പ്രിയപ്പെട്ട നാടാണ് ഇസ്രായേൽ. 3 സെമിറ്റിക് മതങ്ങളുടെയും. ഒന്നാമത്തെ സെമിറ്റിക് മതം ജൂതായിസമാണ്. അവരുടെ പ്രവാചകൻ മോസസ് ആണ്, അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്. 2 ക്രിസ്ത്യാനിറ്റിയുടെ ജന്മം എന്ന് പറഞ്ഞാൽ യേശുദേവൻ പിറന്ന നാടാണ്. ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട നാടാണ്. പിന്നീട് മുഹമ്മദ് നബിക്ക് നേരിട്ട് ജനിച്ച നാടല്ലെങ്കിൽ പോലും മുഹമ്മദ് നബിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്ര ആരംഭിച്ചത് അവിടെ നിന്നാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, പ്രവാചകൻ ആദ്യമായി ഈ പ്രാർത്ഥന നടത്തുമ്പോൾ നിസ്കാരം ഉണ്ടല്ലോ, ഞങ്ങളുടെ 5 നേരത്തെ ഈ നിസ്കാരത്തിൻ്റെ ഖിബില എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണോ മുഖം തിരിച്ച് നിൽക്കേണ്ടത്, ഏതാണോ പ്രാർത്ഥനയുടെ കേന്ദ്രമാകേണ്ടത്, ആദ്യത്തെ പ്രാർത്ഥനാ കേന്ദ്രം ഈ പള്ളിയായിരുന്നു, ജെറൂസലേമിലെ പള്ളിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വൈകാരികമായ ബന്ധമുണ്ട്. ഇതിനിടയിൽ എപ്പോഴാണ് ആദ്യമായി കലഹിക്കുന്നത്? ഈ 3 കൂട്ടരും സത്യത്തിൽ എബ്രഹാമിൻ്റെ മക്കളാണ്, ഒരേ വംശ പരമ്പരയാണ്. പക്ഷേ എവിടെ മുതലാണ് ഇവർ വഴക്കിടുന്നത്? ഒന്നാമത്തെ തർക്കം ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിലാണ്. അതെപ്പോൾ? യേശുദേവൻ ജനിച്ച നാട് എന്ന നിലയിൽ ക്രിസ്ത്യാനികൾക്ക് പ്രിയപ്പെട്ട നാടാണ്. അതേ യേശുദേവൻ കൊല്ലപ്പെട്ടത് അവിടെ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് ശപിക്കപ്പെട്ട നാടുമായി ക്രിസ്ത്യാനികൾക്ക്. അതാണ് ഉണ്ടാകുന്നത്. ശപിക്കപ്പെട്ട നാട് ആകുന്നത് യേശുദേവനെ കൊന്നത് ജൂത പ്രമുഖന്മാരാണ് എന്ന വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അത് വസ്തുതാപരമായി ശരിയുമാണ്. അങ്ങനെ വരുമ്പോൾ ജൂതന്മാരെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള വഴക്കാണ് ചരിത്രത്തിൽ ദീർഘകാലം നടക്കുന്നത്. ജൂതവേട്ട, ഇപ്പോൾ റോമാ സാമ്രാജ്യം ഒക്കെ നടത്തിക്കൂട്ടിയ ജൂതവേട്ടയ്ക്ക് കണക്കില്ല. അങ്ങനെ ചരിത്രത്തിൻ്റെ ഒരു നീണ്ട ചരിത്രഘട്ടമുണ്ട്. പിൽക്കാലത്ത് ലോകത്ത് ഈ ഒരു ചരിത്രഘട്ടം പതുക്കെ വിസ്മരിക്കപ്പെട്ടു. ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള വഴക്കിൻ്റെ പോരാട്ടത്തിൻ്റെ കാലം വിസ്മരിക്കപ്പെട്ടു. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകൂടം അവിടെ ഭരണാധികാരികളായിട്ട് വന്നു. അപ്പോൾ അവരെ മുൻകൈ എടുത്തിട്ട് മറ്റു 2 സെമിറ്റിക് മതങ്ങൾക്ക് പലസ്തീൻ വീതം വെച്ച് കൊടുത്തു. എന്നുവെച്ചാൽ ജോർഡാൻ നദിയുടെ കിഴക്ക് ഭാഗം ഇസ്രായേലിനും കൊടുത്തു, പടിഞ്ഞാറ് ഭാഗം അറബ് വംശക്കാർക്കും കൊടുത്തു. അറബ് വംശക്കാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കൂടി കൊടുത്തു. പക്ഷേ താരതമ്യേന ലോകത്തിലെങ്ങുമുള്ള ക്രിസ്ത്യാനികൾക്ക് അമിതമായൊരു ആവേശത്തോടെ വന്നിട്ട് അവിടെ കുടിയേറി പാർക്കാൻ അവർ തയ്യാറായില്ല. ജൂതന്മാർ വന്നു, ലോകമെങ്ങുമുള്ള ജൂതന്മാർ ആവേശത്തോടെ വന്നു.
ഫലസ്തീനികളായ ഇപ്പോൾ അറബ് മുസ്ലിങ്ങൾക്കും അവിടെ ഒരു പ്രിയപ്പെട്ട നാടായിട്ട് തോന്നി. പക്ഷെ കാരണം ഒരിക്കലും ഒരു ശപിക്കപ്പെട്ട നാടായിട്ട് തോന്നിയില്ല, അവർക്ക് പ്രിയപ്പെട്ട നാട് തന്നെയായിട്ട് തോന്നി. അതുകൊണ്ടാണ് മുസ്ലിങ്ങളും ജൂതന്മാരും ഭൂരിപക്ഷത്തോടെ വന്നത്. ക്രിസ്ത്യാനികൾ അവിടുത്തെ താരതമ്യം ന്യൂനപക്ഷമായി തീർന്നു. മാത്രമല്ല അവർ തീവ്രവാദ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പോയില്ല. ഫലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടി വേണമെങ്കിൽ അവർക്കും പ്രിയപ്പെട്ട നാടാണ്, അവർക്കും അവരുടെ നാടും കൂടിയാണല്ലോ. പക്ഷെ അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയതും ഭീകര സംഘടനകൾ ഉണ്ടാക്കിയതൊക്കെ മുസ്ലിം പക്ഷമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രപരമായ കാര്യം. ഈ പൊളിറ്റിക്സിൽ പിന്നെ വരുന്നത് 2 ടേണാണ്. ഒന്ന് ലോകത്ത് ഈ ഇസ്ലാമിക ഭീകരവാദവും മൗലികവാദവും ശക്തിപ്പെട്ടതോടുകൂടി ലോകത്തിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട വിപത്തും ഭീഷണിയുമായി ഇസ്ലാമിക ഭീകരവാദം മാറി. അപ്പോൾ ഇസ്ലാമിനെതിരായി യുദ്ധം പ്രഖ്യാപിക്കുന്നത് ലോകത്തിലെ വൻകിട രാജ്യങ്ങളാണ്. വൻകിട രാജ്യങ്ങളൊക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് US, UK ഒക്കെ. അപ്പോൾ അത്തരം ഇവരൊക്കെ തന്നെ, അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് അമേരിക്ക മുൻകൈയെടുത്ത് ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ യുദ്ധം തുടങ്ങുകയെന്ന് വെച്ചാൽ ഒരു വലിയ പോരാട്ടം ലോകമാസകലം. പ്രത്യേകിച്ച് ബിൻ ലാദൻ പോയി അമേരിക്കയെ ആക്രമിച്ച്, പെൻറ്റഗൺ ആക്രമിച്ചതിനെ തുടർന്ന് വലിയ യുദ്ധം അഴിച്ചുവിട്ടപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായ യുദ്ധത്തിൽ ഇവർ കൂടി അണിനിരന്നു, ഇസ്രായേൽ കൂടി അണിനിരന്നു. അപ്പോൾ അത് മറ്റൊരു മുന്നണിയായി തീർന്നു. ഇതിന് സമാനമായ ഒരു അന്തരീക്ഷം പണ്ട് കുരിശുയുദ്ധകാലത്തുണ്ടായിരുന്നു. കുരിശുയുദ്ധം 10-ാം നൂറ്റാണ്ടിലൊക്കെ കുരിശുയുദ്ധം നടക്കുമ്പോൾ കുരിശുയുദ്ധത്തിൽ ഇങ്ങനെയാണ്, ക്രിസ്ത്യാനിറ്റിയും അന്നുണ്ടായിരുന്ന ജൂതായുസവും ഒരുമിച്ച് ചേർന്നാണ് ഇസ്ലാമിനെതിരെ. ഇസ്ലാം വലിയ തോതിലാണ് സംഘടിച്ച് ക്രിസ്ത്യാനിറ്റി ക്രൂസൈഡ് എന്നാണ് അതിന് പറയുക, കുരിശുയുദ്ധം. അപ്പോൾ ക്രിസ്ത്യാനിറ്റിക്കെതിരെ വാറ് നടത്തുമ്പോൾ ജൂതായുസം ആവുന്നത്ര ക്രിസ്ത്യാനിറ്റിയെ സഹായിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ഇസ്ലാമിനെതിരെയുള്ള പോരാട്ടമായിരുന്നു. ഇപ്പോൾ നടക്കുന്നത് സമാനമായ ഒന്നാണ്. പണ്ട് ജോർജ് ബുഷ് ഒന്നാമൻ, സീനിയർ ബുഷ് പ്രഖ്യാപിച്ചത് ഞങ്ങൾ കുരിശുയുദ്ധമാണ് നയിക്കുന്നതെന്നാണ്. കുരിശുയുദ്ധം നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതേ ചരിത്രം ആവർത്തിക്കും. എങ്ങനെ? മുസ്ലിങ്ങൾക്കെതിരായി വാറാണ്, മുസ്ലിങ്ങൾ ആഗോള ഭീകരവാദം നടത്തുന്നുണ്ട്, അവർക്കെതിരായുള്ള വാറിനെ തീർച്ചയായിട്ടും ഇസ്രായേൽ പിന്തുണക്കും. കാരണം ഇസ്രായേലിനെതിരായി നടക്കുന്നതും ഏറ്റവും നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ നടക്കുന്നത് ഭീകരപ്രവർത്തനമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ന്യായം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയുമ്പോഴാണ് ഇത് പൂർത്തിയാകുക. ദേശാഭിമാനിയൊക്കെ ഈ വാർത്ത വലിയ ആവേശത്തോടെ കൊടുക്കുന്നുണ്ട്. ദേശാഭിമാനിയും CPM-ഉം ഇടതുപക്ഷവും ഒക്കെ ഫലസ്തീൻ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? ഹമ്മാസിൻ്റെ പക്ഷത്ത് ചേർന്നുകൊണ്ടാണ്. അതിനെന്തുകൊണ്ടാണ്? 2 കാരണം. ഒന്ന് ആളുകൾ ധരിച്ചത് ഇസ്രായേലിന് അനുകൂലമായി നിന്നാൽ ഒരു വോട്ട് പോലും കിട്ടാനില്ല. ഇസ്രായേലിന് അനുകൂലമായി നിന്ന ഒരു വോട്ടും കിട്ടാനില്ല, കാരണം ജൂതന്മാർക്ക് കാര്യമായ വോട്ടില്ല. അതേസമയത്ത് ഇസ്ലാമിക് ഫണ്ടമെന്റൽസിന്റെ കൂടെ നിന്നാൽ ആ പൊളിറ്റിക്സിന് ഇവിടെ വിലയുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അതാണ് ഇപ്പോൾ CPM കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രി എന്താ? ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രി, ഞങ്ങൾ ഫലസ്തീനിൽ ആർക്ക് വേണ്ടി കൂടിയാണ് പൊരുതുന്നത്? ക്രിസ്ത്യാനിക്ക് കൂടി വേണ്ടിയാണ്. കാരണം ഇസ്രായേൽ ക്രിസ്ത്യാനികളെ കൂടി ആക്രമിക്കുന്നു, ഞങ്ങൾ ക്രിസ്ത്യാനിക്ക് കൂടി വേണ്ടിയാണ് പൊരുതുന്നത്. അപ്പോൾ ജൂതന്മാരെ ഒറ്റപ്പെടുത്താം. അപ്പോഴും ജൂതന്മാരെ ഒറ്റപ്പെടുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ജൂതന്മാരെ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വോട്ടില്ല. മനസ്സിലായില്ലേ? അതൊന്ന്. ഇനി വേറൊരു കളി കൂടി ഇതിനകത്തുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഒരു വിഭാഗം, കാസ പോലുള്ള മൂവ്മെന്റുകൾ ഫലസ്തീൻ പ്രശ്നത്തിൽ എങ്ങനെ ഇടപെട്ടത്? അവർ ഡെഡ് അഗെയിൻസ്റ്റ് ആണ്. ഗസക്കെതിരാണ്, ഫലസ്തീനെതിരാണ്, ഫലസ്തീൻ്റെ വിമോചന പോരാട്ടത്തിനും അവരുടെ സ്വാതന്ത്ര്യ സമരത്തിനും ഒക്കെ എതിരാണ്. എന്തുകൊണ്ട്? അവർ ധരിക്കുന്നത് ഈ ഫലസ്തീനികൾ പൊരുതുന്നത് ഇസ്ലാമിന് വേണ്ടിയാണെന്നാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആഗോളതലത്തിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള അന്തരീക്ഷം ഉള്ളതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എതിരായി പൊരുതുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ പിന്തുണ കിട്ടുമെന്നാണ് നമ്മുടെ കാസ ഉൾപ്പെടെയുള്ള മൂവ്മെൻറ്റുകൾ പ്രതീക്ഷിക്കുന്നത്. ഈ പുതിയ ഡെവലപ്മെൻറ്റ് അവരോട് എന്ത് പറയും? പുതിയ ഡെവലപ്മെൻ്റ് അനുസരിച്ച് ഇസ്രായേൽ സേന ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ആദ്യം തീർച്ചയായിട്ടും മുസ്ലിം തീവ്രവാദികളെ ഒക്കെ വലിയ തോതിൽ ആക്രമിച്ചു. ഇപ്പോൾ ആക്രമിക്കുന്ന ആരെയാണ്? ക്രിസ്ത്യാനികളെയാണ്. അപ്പോൾ ഇത്രയും കാലം ഇസ്രായേലിനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് നിന്ന ക്രിസ്ത്യൻ മൗലികവാദികൾ, അല്ലെങ്കിൽ കൃത്യമായി ഇസ്രായേൽ പക്ഷത്ത് പരസ്യമായി നിലകൊണ്ട ക്രിസ്ത്യൻ മതവിശ്വാസികളെന്നോ വിഭാഗങ്ങളെന്നോ ക്രിസ്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്നോ ഒക്കെ പറയണം, അവർക്കിതൊരു ഐ ഓപ്പണറാണ്. പലസ്തീൻ രാഷ്ട്രീയത്തിൽ അവരെടുത്ത നിലപാടിലും തെറ്റുപറ്റുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഐ ഓപ്പണർ കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ വാർത്ത
വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്, വലിയ തോതിലുള്ള രാഷ്ട്രീയ വിശകലനം അർഹിക്കുന്നതാണ്. ഫലസ്തീൻ പ്രശ്നത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തെ കുറെ കൂടി ചരിത്രപരമായി കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ആ അർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസം കൂടിയാണ് ഈ വാർത്ത. എല്ലാ വിഭാഗം ആളുകളും അത് ആ അർത്ഥത്തിൽ ശ്രദ്ധിക്കട്ടെ, രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.